കേരള രാഷ്ട്രീയത്തിൽ നമ്മൾ പലതും കണ്ടിട്ടുണ്ട്. അഴിമതി ആരോപണങ്ങൾ വരുമ്പോൾ മന്ത്രിമാർ രാജിവെക്കുന്നത് കണ്ടിട്ടുണ്ട്. പാർട്ടി സീറ്റ് നൽകാത്തപ്പോ വിമതരായി മത്സരിക്കുന്നതും കണ്ടിട്ടുണ്ട്. എന്നാൽ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് എന്റെ ഭാര്യയെ ഇനി മത്സരിപ്പിക്കരുത്, പാവം ജനങ്ങളെ ഇനി അവൾ ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറഞ്ഞ് ഒരു ഭർത്താവ് പാർട്ടി ആസ്ഥാനത്ത് അപേക്ഷയുമായി ചെല്ലുന്ന കാഴ്ചയ്ക്ക് നമ്മൾ ഇന്ന് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. അതെ, ആറന്മുള മണ്ഡലത്തിലെ സിറ്റിംഗ് MLA യും കേരളത്തിന്റെ അഭിമാന ആരോഗ്യ മന്ത്രിയുമായ വീണ ജോർജിനെതിരെ സാക്ഷാൽ ഭർത്താവ് ജോർജ് ജോസഫ് തന്നെ രംഗത്തിറങ്ങിയിരിക്കുന്നു. ഇത് കേവലം ഒരു കുടുംബ പ്രശ്നമല്ല, മറിച്ച് കേരളത്തിലെ ആരോഗ്യ രംഗത്തെ തകർത്ത് തരിപ്പണമാക്കിയ ഒരു ഭരണാധികാരിക്ക് കിട്ടിയ ഏറ്റവും വലിയ നോ കോൺഫിഡൻസ് മോഷനാണ്. ജോർജ് ജോസഫ് ഇന്ന് കേരള ജനതയുടെ കാണപ്പെട്ട ദൈവമാണ്. എന്തുകൊണ്ട്? 5 വർഷം കൊണ്ട് കേരളത്തിലെ ആരോഗ്യ മേഖലയെ വട്ടപൂജ്യമാക്കിയ ഒരു വ്യക്തിയെ ഇനി ആ കസേരയിൽ ഇരുത്തില്ലെന്ന് അദ്ദേഹം ഉറപ്പു നൽകുന്നു. PR ഏജൻസികൾക്ക് കോടികൾ നൽകി നമ്പർ 1 പട്ടം വാങ്ങിയ വീണയുടെ മുഖം മൂടി ഇന്ന് സ്വന്തം വീട്ടിൽ വെച്ച് തന്നെ അഴിഞ്ഞു വീണിരിക്കുകയാണ്. എന്താണ് ആറന്മുളയിൽ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് CPM കേന്ദ്രങ്ങൾ ഈ വാർത്ത കേട്ട് വിറച്ചു പോയത്? വീണ ജോർജിന്റെ ഭരണത്തിൽ കേരളത്തിലെ ആശുപത്രികൾ എങ്ങനെയൊക്കെയാണ് നരകമായി മാറിയത്? പത്തനംതിട്ടയിലെ രാഷ്ട്രീയ അന്തരീക്ഷം ഇപ്പോൾ പുകയുകയാണ്. തിങ്കളാഴ്ച ചേർന്ന CPM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം വെറുമൊരു യോഗമായിരുന്നില്ല. വീണ ജോർജിനെ 3ാം തവണയും ആറന്മുളയിൽ ഇറക്കി മണ്ഡലം പിടിക്കാമെന്ന മോഹത്തിലായിരുന്നു പാർട്ടി. എന്നാൽ ഓർത്തഡോക്സ് സഭയുടെ മുൻ സെക്രട്ടറി കൂടിയായ ജോർജ് ജോസഫ് ആ മോഹങ്ങളെ കരിവാരിത്തേച്ചു. അദ്ദേഹം പാർട്ടി നേതൃത്വത്തോട് നേരിട്ട് പറഞ്ഞു, കുടുംബപരമായ കാരണങ്ങളാൽ വീണയെ ഇത്തവണ മാറ്റി നിർത്തണം. സത്യത്തിൽ ഇതൊരു കുടുംബ പ്രശ്നമാണോ? അല്ല. കഴിഞ്ഞ 5 വർഷമായി ആരോഗ്യമന്ത്രി എന്ന നിലയിൽ വീണ ജോർജ് സമ്പാദിച്ചു കൂട്ടിയ ചീത്തപ്പേരുകൾ ആ കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറമാണ്. ജനങ്ങളുടെ ശാപവും പരിഹാസവും ഏറ്റ് മതിയായിരിക്കുന്നു. ഓർത്തഡോക്സ് സഭയുടെ വോട്ടുകൾ ഏകീകരിക്കാൻ വീണയേക്കാൾ വലിയൊരു ആയുധം പാർട്ടിക്കില്ല. ആ സഭയുടെ തന്നെ കരുത്തനായ ജോർജ് ജോസഫ് പിൻവാങ്ങുമ്പോൾ CPM ആറന്മുളയിൽ കാലിടറുകയാണ്. വീണയുടെ വിജയത്തിന് പിന്നിലെ യഥാർത്ഥ മാസ്റ്റർ ബ്രെയിൻ അദ്ദേഹമായിരുന്നു. ആ ബുദ്ധി കേന്ദ്രം തന്നെ ഇപ്പോൾ പ്ലഗ് ഊരിയിരിക്കുന്നു. ഇതിലും വലിയൊരു തിരിച്ചടി സ്വപ്നങ്ങളിൽ പോലും CPM പ്രതീക്ഷിച്ചിരുന്നില്ല. നമുക്കിനി വീണയുടെ നമ്പർ 1 തള്ളുകളിലേക്ക് കടക്കാം. കേരളത്തിലെ ആരോഗ്യരംഗം വട്ടപൂജ്യമാണെന്ന് നമ്മൾ ചുമ്മാ പറയുന്നതല്ല, വസ്തുതകൾ നിരത്തി സംസാരിക്കാം. ഒരു ഡോക്ടർ തന്നെ തന്റെ ആശുപത്രി അല്ലെങ്കിൽ ആരോഗ്യ മേഖല തകർത്ത് തരിപ്പണമായി എന്നും ഇവിടെ യാതൊരു വിധത്തിലുള്ള എക്യുപ്മെന്റ്സോ സൗകര്യങ്ങളോ ഒന്നുമില്ലെന്നും മാത്രവുമല്ല ഈ നമ്മുടെ ആരോഗ്യ മേഖല തകിടം മറിഞ്ഞു കിടക്കുകയാണെന്നും വൻ അഴിമതിയാണ് ഇവിടെ നടക്കുന്നതെന്നും ഒരു ഡോക്ടർ തന്നെ, ഒരു മെഡിക്കൽ കോളേജിലെ ഒരു വിഭാഗത്തിന്റെ മേധാവി തന്നെ പറയുകയാണ്. അതെ, ഹാരിസ് ഡോക്ടറെ കുറിച്ചാണ് പറയുന്നത്. അതിനുശേഷം അദ്ദേഹത്തെ തടയാനായി ഇവർ പരമാവധി ശ്രമിക്കുന്നു, അദ്ദേഹത്തിനെ മാറ്റി നിർത്തുന്നു, അദ്ദേഹത്തെ പറഞ്ഞു വിടുന്നു, പരമാവധി അദ്ദേഹത്തിന്റെ സമാധാനം കളയുന്നു. ഇതൊക്കെയാണ് സംഭവിച്ചത്. അതുപോലെ തിരുവനന്തപുരത്ത് രോഗിയെ പുഴുവരിച്ച വാർത്ത നമ്മൾ കണ്ടതാണ്. ആ മന്ത്രിയുടെ കണ്ണിന് മുന്നിലാണ് ഇത് സംഭവിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയുടെ ഹർഷീന എന്ന സ്ത്രീയുടെ വയറ്റിൽ കത്രിക മറന്നുവെച്ചു. വർഷങ്ങളോളം ആ പാവം സ്ത്രീ വേദന തിന്നു. നീതിക്കായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ അവർക്ക് സമരം ചെയ്യേണ്ടി വന്നു. വീണ ജോർജ് അവിടെയും PR വർക്കിൽ ബിസിയായിരുന്നു. സർക്കാർ ആശുപത്രികളിൽ നിന്ന് പാരസെറ്റമോൾ പോലും കിട്ടാനില്ല. കാരുണ്യ ഫാർമസികളിൽ മരുന്നില്ല. പാവപ്പെട്ട രോഗികൾ പുറത്തെ മെഡിക്കൽ ഷോപ്പുകളിൽ ചെന്ന് കയ്യിലുള്ള അവസാന പൈസയും നൽകി മരുന്ന് വാങ്ങുന്നു. ഇതിനെയൊക്കെയാണോ നമ്മൾ ആരോഗ്യ കേരളം എന്ന് വിളിക്കുന്നത്? കൂടാതെ മെഡിക്കൽ കോളേജ് കെട്ടിടം ഇടിഞ്ഞു വീണ് രോഗിക്ക് കൂട്ടു നിന്ന അമ്മ മരിച്ച സംഭവം. കേരളത്തിലെ ആശുപത്രികളിൽ ഡോക്ടർമാരുമില്ല, വെന്റിലേറ്ററുകൾ പ്രവർത്തിക്കുന്നില്ല, ആംബുലൻസുകളിൽ ഡീസൽ ഇല്ല. പക്ഷേ TV തുറന്നാൽ വീണ ജോർജിന്റെ പുഞ്ചിരിക്കുന്ന ഫോട്ടോ, അത് വെച്ചുള്ള പരസ്യങ്ങൾ കാണാം. ഞങ്ങൾ നമ്പർ 1 ആണെന്ന് വിദേശ മാധ്യമങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ PR ഏജൻസികൾക്ക് നൽകുന്നത് കോടികളാണ്. ഇവിടെ നിന്നാണ് ഈ കോടികൾ? നമ്മുടെ പണം. ഈ ജനവഞ്ചനയാണ് ഇന്ന് ആറന്മുളയിൽ തിരിച്ചടിയായി മാറുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ജോർജ് ജോസഫ് എന്ന പേര് തരംഗമാണ്. ജനങ്ങൾ അദ്ദേഹത്തെ ദൈവത്തിന്റെ പ്രതിപുരുഷൻ എന്ന് വിളിക്കുന്നു. എന്തുകൊണ്ട്? ഒരു മന്ത്രിയുടെ അധികാരം ആസ്വദിക്കുന്നതിന് പകരം ജനങ്ങളുടെ ബുദ്ധിമുട്ട് കണ്ട് ഇനി എന്റെ ഭാര്യ ഈ പണിക്ക് പോകരുതെന്ന് പറയാൻ കാണിച്ച ഒരു ആർജവം വലുതാണ്. ഏറ്റവും ഒടുവിൽ വണ്ടാനം മെഡിക്കൽ കോളേജ് സംഭവം തന്നെ. എല്ലാം നമ്മൾ കണ്ടു മടുത്തു. കഴിഞ്ഞ 5 വർഷമായി കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ നടന്ന അഴിമതികളും വീഴ്ചകളും കണ്ട് അദ്ദേഹത്തിന്റെ മനസാക്ഷി എന്തായാലും കുത്തിയോ എന്നാണ് തോന്നുന്നത്. അതോ ആറന്മുളയിൽ മത്സരിച്ചാൽ ഇത്തവണ ജനം കല്ലെറിയുമെന്ന് അദ്ദേഹം മുൻകൂട്ടി കണ്ടോ? ഏതായാലും ഈ നീക്കം കേരളത്തിന് വലിയൊരു ആശ്വാസമാണ്. വീണയുടെ സേവനങ്ങൾ ഇനി വേണ്ടെന്ന് ഉറപ്പിച്ചു പറയാൻ ഒരാളുണ്ടല്ലോ. കണ്ണൂരിൽ KSU പ്രതിഷേധത്തിനിടെ വീണ ജോർജിന് പരിക്കേറ്റു എന്ന വാർത്തയും നമ്മൾ കണ്ടു. അതിന്റെ സത്യാവസ്ഥയും നമ്മൾ ചർച്ച ചെയ്തു. കയ്യിൽ ബാൻഡേജ് ഒക്കെ ഇട്ട് മന്ത്രി വീട്ടിൽ വിശ്രമത്തിലാണ്, കഴുത്തിലുമുണ്ട് വലിയൊരു കെട്ട്. എന്നാൽ ഈ പരിക്കിനൊന്നും ആരും സഹതാപത്തോടെ നോക്കുന്നില്ല. നാടകമാണല്ലോ, ഇതൊരു രാഷ്ട്രീയ നാടകമാണെന്ന് ജനങ്ങൾ എന്തായാലും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു.
ഈ പ്രതിഷേധങ്ങളുടെ തുടർച്ചയായി ആറന്മുളയിൽ വീണയ്ക്കെതിരെ വലിയ ജനരോഷം ഉയരുമെന്നും പാർട്ടിക്കറിയാം. ഭർത്താവ് വഴി ഈ പിന്മാറ്റ നാടകം കളിച്ച് അന്തസ്സായി കളം വിടാനാണോ വീണയുടെ ശ്രമം എങ്കിൽ ഞാൻ കൈയടിക്കുന്നു. തോമസ് ഐസക്കിനെ പോലെയുള്ള മുതിർന്ന നേതാക്കളൊക്കെ ഈ വിഷയം സംസ്ഥാന നേതൃത്വത്തിന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിൽ എന്ത് തീരുമാനം എടുക്കുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളം ആരോഗ്യ രംഗത്ത് മുന്നിലാണെന്നൊക്കെയായിരുന്നു നമ്മൾ തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ കരുതിയിരുന്നത്. എന്നാൽ വീണ ജോർജിന്റെ കാലഘട്ടത്തിൽ ഈ അഭിമാനം എന്തായാലും മണ്ണടിഞ്ഞു, ചിതലരിച്ചു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ആശുപത്രികളെ പരിഹസിച്ചിരുന്ന നമ്മൾ ഇന്ന് സ്വന്തം മെഡിക്കൽ കോളേജുകളിലെ അവസ്ഥ കണ്ട് തല താഴ്ത്തുകയാണ്. ഇന്ന് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെ മാത്രമേ വിശ്വസിക്കാൻ കഴിയുള്ളൂ എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. കേന്ദ്രവിഹിതം കിട്ടിയില്ല എന്നും പറഞ്ഞ് കരയാൻ മാത്രമേ മന്ത്രിക്കറിയൂ. കിട്ടിയ പണം എന്ത് ചെയ്തു? അത് PR വർക്കിന് ഉപയോഗിച്ചു. ഡൽഹിയിലോ മുംബൈയിലോ ഉള്ള ഒരു സാധാരണക്കാരന് ലഭിക്കുന്ന ചികിത്സാ സൗകര്യങ്ങൾ പോലും ഇന്ന് കേരളത്തിലെ താലൂക്ക് ആശുപത്രികളിൽ ലഭ്യമല്ല. കേരള മോഡൽ എന്നത് വെറും കടലാസിലെ പുലിയാണെന്ന് വീണ ജോർജ് തെളിയിച്ചു കഴിഞ്ഞു. CPM-നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ പ്രതിസന്ധിയാണ്. ആറന്മുളയിൽ വീണ ഇല്ലെങ്കിൽ പിന്നെ ആര്? പാർട്ടിക്ക് അവിടെ മറ്റൊരു മുഖമില്ല. വീണയെ വീണ്ടും നിർത്തിയാൽ ഭർത്താവ് സഹകരിക്കില്ല. ഭർത്താവ് സഹകരിച്ചില്ലെങ്കിൽ സഭയുടെ വോട്ടും കിട്ടില്ല. സഭയുടെ വോട്ടുകൾ കിട്ടിയില്ലെങ്കിൽ ആറന്മുള കോൺഗ്രസ് കൊണ്ടുപോകും. ഈ ഒരു കുരുക്കിൽ പെട്ടിരിക്കുകയാണ് പാർട്ടി. എന്നാൽ ജനങ്ങൾ സന്തോഷത്തിലാണ്. ഇത്രയും വലിയൊരു പുണ്യം ചെയ്ത ജോർജ് ജോസഫിന് 1000 നന്ദി എന്നാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റുകൾ. ഇനി മേലാൽ ഈ വഴി കണ്ടുപോകരുത് എന്ന് ജനങ്ങളും, മേലാൽ ഇനി ആവർത്തിക്കാതെ ഞാൻ നോക്കിക്കോളാം എന്ന് ഭർത്താവും ഉറപ്പു നൽകിയതോടെ ആറന്മുളയിലെ രാഷ്ട്രീയ ചരിത്രം മാറുകയാണ്. വീണ ജോർജിന്റെ മടക്കം കേരളത്തിന്റെ ആരോഗ്യ രംഗത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ ചികിത്സയാണ്. കഴിഞ്ഞ 5 വർഷത്തെ കഴിവുകേടുകൾക്ക് ജനങ്ങൾ നൽകിയ മറുപടിയാണിത്. PR വർക്കുകൾക്ക് സത്യത്തെ അധിക കാലമൊന്നും ഓടിവെക്കാൻ കഴിയില്ലല്ലോ. ജോർജ് ജോസഫ് എന്ന ഭർത്താവ് ഇന്ന് കേരളത്തിലെ ഒരു സാധാരണക്കാരന്റെയും പ്രതിനിധിയാണ്. ഭരണകൂടത്തിന് നേരെ വിരൽ ചൂണ്ടാൻ ഭയക്കുന്നവർക്കിടയിൽ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ മാറ്റത്തിന്റെ കാറ്റ് വീശിയിരിക്കുന്നു. ഇനി നമുക്ക് കാത്തിരിക്കാം ആറന്മുളയിലെ പുതിയ ട്വിസ്റ്റ് കേരള രാഷ്ട്രീയത്തിൽ എന്ത് മാറ്റങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന്. എന്തായാലും നിങ്ങൾ ഈ കാര്യത്തിൽ എന്ത് കരുതുന്നു? വീണ ജോർജ് മാറുന്നത് കേരളത്തിന് നല്ലതല്ലേ, അതോ ഇത് രാഷ്ട്രീയ ഗൂഢാലോചനയാണോ? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ സത്യങ്ങൾ എല്ലാവരും അറിയട്ടെ. മാത്രമല്ല കേരളത്തിലെ ആരോഗ്യ മേഖല ഇനിയെങ്കിലും ഒന്ന് ജീവൻ വെക്കട്ടെ, അല്ലെങ്കിൽ ഉണർന്ന് പ്രവർത്തിക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആഗ്രഹിച്ചുകൊണ്ട് വീണ ജോർജിനെ പിന്നീട് നീ കാണണ്ടല്ലോ എന്ന സന്തോഷം കൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.